ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ വണ്ടിയാണ്. ആക്റ്റീവ 125 ജനറൽ സർവീസാണ് പറഞ്ഞത്. ജനറൽ സർവീസായിട്ട് നമ്മൾ അതിൻ്റെ വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കുമ്പോഴായാലും വണ്ടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കൊക്കെ ജാമായിട്ട് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. തള്ളിയാൽ നീങ്ങാൻ ബുദ്ധിമുട്ട്, അങ്ങനെ 1-2 കംപ്ലയിൻസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യണം. ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. പുതിയ ലൈനറാണ് കിടക്കണം കേട്ടോ. ബ്രേക്ക് ക്യാമൊക്കെ ആയാലും ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. ടയർ ഓൾറെഡി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശരിക്കും പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക്. സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആ ലൈനൊക്കെ മാഞ്ഞു കിട്ടുക നിലയിൽ ഇതിനോട് കറക്റ്റ് ആ ലെവലിലേക്ക് എത്തി. അപ്പോൾ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. ടയറിൻ്റെ ലൈഫ് മാക്സിമം കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിലെ ഗ്രൂ നോക്കണ്ട, സെൻട്രൽ പോർഷൻ സൈഡിലെ ഗ്രൂ ഓൾറെഡി റോഡുമായിട്ട് ബന്ധം വന്നില്ല. സെൻട്രലിൽ മെയിനായിട്ട് നമുക്ക് ഗ്രിപ്പ് വന്ന ഭാഗം ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ ലെവലോട് ചേർന്ന് വന്നിട്ടുണ്ട്. മാറ്റേണ്ട ഒരു പീരീഡിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ ബ്രേക്കിൻ്റെ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബ്രേക്ക് കേബിൾ കംപ്ലയിൻ്റ് ആണ്. അതായത് കേബിൾ ഫ്രീ അല്ല, അതായത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് റിട്ടേൺ വരാൻ ബുദ്ധിമുട്ട്. കേബിൾ ഔട്ടറിൻ്റെ ഉള്ളിൽ ഇന്നർ ടൈറ്റ് ആയതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് കേബിൾ മാറ്റി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് നോക്കുമ്പോൾ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്യാം. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. എയർ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി വല്ല ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം. ക്ലച്ച് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ നിലവിൽ ബെൽറ്റിൻ്റെ ഭാഗം നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. സെൻട്രൽ പോർഷനിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്കൊന്നും ആയിട്ടില്ല. പിന്നെ ഓൾറെഡി നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് എയറൊക്കെ അടിച്ച് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷാക്കി എടുക്കണം. കാരണം നമുക്ക് ആ ബെൽറ്റും ക്ലച്ച് ഷൂ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരേ പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം നമുക്ക്. അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കാം. വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനുള്ളൂ. ക്ലച്ച് ഷൂവിനായാലും വേറെ കംപ്ലയിൻ്റ് ഇല്ല. ക്ലച്ച് ഫുള്ളായിട്ട് അതിൻ്റെ പുള്ളി വീലുകളൊക്കെ നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ റബ്ബറിൻ്റെ ബുഷുകൾ കംപ്ലയിൻസ്, അതായത് ശരിക്കും ചതഞ്ഞ രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. എനിക്ക് തോന്നുന്നത് 50 രൂപ താഴെയാണ്, 3 പീസിനും കൂടി 50 രൂപ താഴേക്ക് വരുള്ളൂ. അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്തിടാം കേട്ടോ. കാരണം അതല്ലെങ്കിൽ ഒരു ക്ലച്ച് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു അടി സൗണ്ട് വരും ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്തേക്കാം. പിന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററി നമുക്ക് ഇരിക്കുമ്പോൾ വണ്ടിയുമേ വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, വണ്ടി മേടിച്ചപ്പോൾ കിട്ടിയാണ് ബാറ്ററിയാണ്. അതായത് ടാറ്റയുടെ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്ന ബാറ്ററി കേട്ടോ. 6 വോൾട്ടിൻ്റെ 6 ആംപിയറിൻ്റെ ബാറ്ററി. അപ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.51 12.5 വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് കേട്ടോ. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസ് അറിയാനായിട്ട് പറ്റും. അപ്പം നിലവിൽ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുക. സെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. തൽക്കാലം അങ്ങനെ തന്നെ ഓടട്ടെ. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും വലിയ താമസിച്ചുണ്ട്. കാരണം ബാറ്ററി ടെസ്റ്റിൽ ഓൾറെഡി ഫെയിൽഡ് ആയിട്ടാണ് കാണിച്ചാണ്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് നാൾ കിട്ടിയേക്കാം. അതല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ കംപ്ലയിൻറ്റ് കാണിക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം. ചിലപ്പോൾ 1-2 മാസം വേണമെങ്കിൽ ഓടാൻ പറ്റിയേക്കാം. അത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി. കാരണം നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കാണിച്ചു, അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തെന്നുള്ളൂ. തൽക്കാലം ആ രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും പാഡ് സെറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരഞ്ഞ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബ്രാക്കറ്റിൻ്റെ ബൂട്ടൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ആക്കിയിടാം. അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴായാലും ടയറിൻ്റെ ഇൻഡിക്കേഷൻ ലെവലിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഉപയോഗിക്കാനുണ്ട് തൽക്കാലം കേട്ടോ. മാക്സിമം ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ സൈഡ് ഇച്ചിരി തേമാനം കൂടുതലുണ്ട്, റൈറ്റ് സൈഡ്. പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമായാലും നിലയിൽ പ്ലഗ് അത്യാവശ്യം നല്ല പ്ലഗ് കിടക്കുന്നത്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ മാത്രമേ നിലവിലുള്ളൂ. പിന്നെ കൂട്ടത്തിൽ കൂടെ എഞ്ചിൻ ഓയിൽ മാറണമുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ള സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അതേപോലെ തന്നെ ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി. ഓൾറെഡി വലിയ താമസം 2 വർഷം ചിലപ്പോൾ കാണിച്ചേക്കും കേട്ടോ. പിന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ, അത്രയാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.